എങ്ങനെയാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ കാര്യങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. ഇന്ന് കേരളത്തിലെ മലയാളികൾ വോട്ട് ചെയ്യുന്നത് വികസനത്തിനായിരിക്കും. ഇടത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസനവും ചെന്നെത്താത്ത ഒരു കുടുംബം പോലും കേരള സമൂഹത്തിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രദേശത്തും കേരള സംസ്ഥാനത്തും തീർച്ചയായും ഒരു സമ്പൂർണ്ണ വിജയം ഇടതുപക്ഷത്തിനുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. പല നഗരസഭയെ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല, ഉജ്ജ്വലമായ ഒരു വിജയമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് എടുത്താലും വളരെ ഉജ്ജ്വലമായ ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയും. അതനുസരിച്ച് കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ടുള്ള പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് LDF നടത്തുകയുണ്ടായി. എല്ലാ മേഖലയിലും, അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിലെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് LDF അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ ആ തരത്തിൽ മറ്റ് മുന്നണികൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു യോജിപ്പോ അതിൻ്റെ ഒരു ഒത്തൊരുമയോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളൊക്കെ ജനങ്ങളിൽ കൊണ്ട് എത്തിക്കുവാനും സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളും വളരെ പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്വീകാര്യമായ സ്ഥാനാർത്ഥികളാണ് പൊതുവെ നമ്മളെല്ലായിടത്തും നിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുവെ പറയുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന റിബൽ ശല്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.